Good afternoon all. Good afternoon. Okay, can you set the വായിച്ചു നോക്കിയിരുന്നോ? വായിച്ചു നോക്കിയിരുന്നോ? Okay, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമ്മൾ എവിടെ വരെ എടുത്ത് നിർത്തിയത്? HRM functions അല്ലെ? HRM covers a broad spectrum of activities വരെ നമ്മൾ പറഞ്ഞു നിർത്തി അല്ലേ? ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് അല്ലെ, അവിടെ ഡിഫറൻസുകളാണ്. പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഡിഫറൻസ് ആണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. ഓക്കെ, നമ്മള് കണ്ടതാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ഹ്യൂമൻ അവിടെയുള്ള ഒരു ഓർഗനൈസേഷന്റെ സ്റ്റാഫുകളെ കൈകാര്യം ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം നല്ലൊരു റിസോഴ്സ് അല്ലെ, ഒരു റിസോഴ്സ് ഹ്യൂമൻ എന്ന് പറയുന്ന ആ റിസോഴ്സിനെ കൈകാര്യം ചെയ്യുന്നത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഏതൊരു ഓർഗനൈസേഷനിലും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക എന്ന് പറയുന്നത്. ഞാൻ എന്തായാലും നോട്ട് ചെയ്യാനായിട്ട് പറയാറുണ്ട്. ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് പ്രൊവിഷൻ നമ്മളങ്ങനെ ചെയ്തു പോകാറില്ല. നോക്കാം, എങ്കിലും നെക്സ്റ്റ് ടൈമിൽ അതിനുള്ള ഒരു സാധ്യത വരുന്നുണ്ടെങ്കിൽ ചെയ്ത് കാണിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, എന്തായാലും അണ്ടർലൈൻ ചെയ്യാനായിട്ട് ഞാൻ പറയാറുണ്ട് പൊതുവെ. നിങ്ങളത് ശരിയാണ്, നമ്മൾ ആക്ച്വലി ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പോയിന്റ്സ് മാത്രം നിങ്ങൾക്ക് അത് മാർക്ക് ചെയ്ത് പോയാൽ മതി അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ടൈം തുടങ്ങിയാൽ അത് ചെയ്തു കൊടുക്കാം. ഇൻ കേസ് എല്ലാവരും ഒരേപോലെ തന്നെ ഫോളോ ചെയ്യണം എന്നാണ്. സോ അതുകൊണ്ട് തന്നെ അത് ഫോളോ ചെയ്യുന്നതിന് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിക്കട്ടെ. അതിനുശേഷം നോക്കാൻ ഹൈലൈറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ നമ്മള് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പേഴ്സണൽ മാനേജ്മെന്റ് അല്ലെ, അതിന്റെ ഡിഫറൻസ് ആണ്. അതില് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് പോവാം. അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ഇതിൽ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ്ലി പേഴ്സണൽ മാനേജ്മെന്റ് ഡീൽസ് വിത്ത് വർക്ക്ഫോഴ്സ് വിതിൻ ദ എന്റർപ്രൈസസ് അല്ലെ. അവിടെ എന്റർപ്രൈസില് മൂല്യശക്തിയായിട്ട് അല്ലെ, അവിടെയുള്ള പേഴ്സൺസിനെ നല്ല ഒത്തൊരുമയോട് കൂടിയിട്ട് പ്രവർത്തിപ്പിക്കുക. തീർച്ചയായിട്ടും പേഴ്സണൽ മാനേജ്മെന്റില് നമുക്കറിയാം ഒരു മീഡിയേറ്റർ എന്നുള്ള റോള്, അതേമാതിരി തന്നെ അവിടെ കൺട്രോളിംഗ് നടത്തി അല്ലെ. അവിടെ തീർച്ചയായിട്ടും പേഴ്സണൽ മാനേജ്മെന്റ് അവിടെയുള്ള തൊഴിലാളികളെ നല്ല കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ തന്നെയാണ് നോക്കുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വിച്ച് ഫോക്കസ് ഓൺ ദ ബെസ്റ്റ് പോസിബിൾ യൂസ് ദ എന്റർപ്രൈസ് മാൻപവർ. അവിടെ ഹ്യൂമൻ റിസോഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ആ ഡിപ്പാർട്ട്മെന്റ് തന്നെ അത് നിലകൊള്ളുന്നത് തന്നെ അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ ഏറ്റവും നല്ല ഒരു എഫക്റ്റീവ് മാനറിന് അല്ലെ, ഒരു എന്റർപ്രൈസസിന് ഉതകുന്ന രീതിയിലേക്ക് മാൻ പവറിനെ കൊണ്ടുവന്നെത്തിക്കുക. അപ്പോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, അവിടെ ഹ്യൂമന്റെ എഫേർട്ടുകൾ അത് നല്ല മാക്സിമം യൂട്ടിലൈസേഷൻ ഉണ്ടെങ്കിലാണ് ഓർഗനൈസേഷൻ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുന്നത്. സോ ഹ്യൂമന്റെ എഫേർട്ട് എന്ന് പറയുന്നത് അത് എത്രയും നല്ലതാക്കി എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ പല മോട്ടിവേഷൻസും അല്ലെങ്കിൽ ഇൻസെന്റീവ്സും അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് പാക്കേജുകൾ അങ്ങനെ എല്ലാം തന്നെ കൈകാര്യം ചെയ്ത് കൊടുത്താലാണ് ആ വ്യക്തികള് നല്ല എഫോർട്ടോട് കൂടിയിട്ട് വർക്ക് റിസൾട്ടിലേക്ക് എത്തിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ബെസ്റ്റ് പോസിബിൾ യൂസ് ഓഫ് എന്റർപ്രൈസ് മാൻ പവർ. അതേസമയം പേഴ്സണൽ മാനേജ്മെന്റ് കൺസെപ്റ്റില് എന്താണ് സാധാരണ രീതിയിൽ ഒരു മൂല്യശക്തിയായിട്ട് അല്ലെ, അവിടെ തൊഴിലാളികളുടെ ക്ഷേമങ്ങൾ ജസ്റ്റ് വലിയ പ്രശ്നങ്ങൾ കോൺഫ്ലിക്ട്സ് തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകാനായിട്ട് വേണ്ടിയിട്ടുള്ള ഡീലിങ്സ് ഒക്കെയാണ് പേഴ്സണൽ മാനേജ്മെന്റ് അവിടെ ഡീൽ ചെയ്യുന്നത്. നമുക്കറിയാം അതൊരു ഓൾഡ് കൺസെപ്റ്റ് ആണ്. അതായത് പഴയ കാലഘട്ടങ്ങളിൽ നമുക്കൊരു മീഡിയേറ്റർ ആയിട്ട് നിലകൊള്ളുന്ന ഒരു ഇതായിട്ടാണ് പേഴ്സണൽ മാനേജ്മെന്റ് റോൾ അവിടെ നിർവഹിച്ചു പോകുന്നത്.
സെക്കൻഡ് പോയിന്റ് ഓക്കെ ആണോ? നിങ്ങൾക്ക് വോയിസ് ഓക്കെ ആണോ? വോയിസ് ക്ലിയർ ആണോ? നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഈസ് ദ അഡ്വാൻസ്ഡ് വേർഷൻ ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് അല്ലെ. ഇപ്പോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നമുക്കറിയാം ഒരു അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് അല്ലെ. പേഴ്സണൽ മാനേജ്മെന്റിന്റെ കാലത്ത് എന്ന് പറയുന്നത് ഒരു ടൂൾ ആയിട്ട്, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഒരു ടൂൾ ആയിട്ടാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഓൾഡ് കൺസെപ്റ്റില് നൗ ഡേയ്സിൽ നമുക്കറിയാം HR ഡിപ്പാർട്ട്മെന്റ് തന്നെ അവിടെ പ്രവർത്തിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് വളരെ ഒരു വില കൂടിയ ഒരു മൂല്യമുള്ള അസറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം അവരുടെ നല്ല മാക്സിമം എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഓർഗനൈസേഷനെ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ളത് വ്യക്തമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? അഡ്വാൻസ്ഡ് വേർഷൻ ഓഫ് പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഒരു അഡ്വാൻസ് ആയിട്ടുള്ള വിഷനാണെന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഫസ്റ്റ് രണ്ട് പോയിന്റ് ഓക്കെ ആണോ? ഓക്കെ ആണോ? നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പേഴ്സണൽ മാനേജ്മെന്റ് വ്യൂസ് വർക്കേഴ്സ് ആസ് എ ടൂൾ ഫോർ മെഷീൻസ്, whereas human resource management views is an important asset of an organization. നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. എന്താണ് പേഴ്സണൽ മാനേജ്മെന്റിന്റെ കാഴ്ചപ്പാടിൽ അല്ലെ, പഴയ ഓൾഡ് കൺസെപ്റ്റിന്റെ കാഴ്ചപ്പാടിൽ ഹ്യൂമൻ റിസോഴ്സിന് അത്ര വില കൊടുത്തില്ലായിരുന്നു അല്ലെ. അതൊരു ടൂൾ ആയിട്ടാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ നവ ഡേയ്സിൽ നമുക്കറിയാം ഓർഗനൈസേഷന്റെ ഒരു അസറ്റ് ആയിട്ടാണ് ഹ്യൂമൻ റിസോഴ്സിനെ കൈകാര്യം ചെയ്യുന്നത്. സോ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ കാഴ്ചപ്പാടിൽ ഇമ്പോർട്ടന്റ് അസറ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ പേഴ്സണൽ മാനേജ്മെന്റിന്റെ വ്യൂവിൽ അത് ടൂൾ ആണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഇതിൽ എന്താണ്? അത് ഒരു അസറ്റ് ആണ്. നമുക്ക് ഇതില് പ്രത്യേകമായിട്ടൊന്നും ഇത് ചെയ്യാനില്ല. കാരണം പഴയ കാലഘട്ടത്തിൽ ഹ്യൂമൻ റിസോഴ്സിന് അത്രയും പ്രാധാന്യം ഉണ്ടായിരുന്നില്ല അല്ലെ. അതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നോ അവിടെയുള്ള എംപ്ലോയീസിന് നല്ല സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കണമെന്നോ അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ ശരിയാക്കി കൊടുക്കണമെന്നോ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക കാഴ്ചപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നവ ഡേയ്സിൽ അവർക്ക് മൂല്യമുള്ളത് കൊണ്ട് തന്നെ അവിടെയുള്ള എംപ്ലോയീസിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും കൈകാര്യം ചെയ്ത് പോകാന്നുള്ളത്, അല്ലെങ്കിൽ അവരെ സ്റ്റാഫിംഗ് ഒക്കെ നടത്തണമെങ്കിൽ അല്ലെ എന്തെങ്കിലുമൊക്കെ ഒരു വേക്കൻസി വരുമ്പോൾ അവരെ കണ്ടെത്തുന്നതൊക്കെ വളരെ ടെക്നിക്കൽ അല്ലെ സിസ്റ്റമാറ്റിക് മാനറിലാണ് അതൊക്കെ കൈകാര്യം ചെയ്ത്. അതുകൊണ്ട് തന്നെ ഒരു HR ഡിപ്പാർട്ട്മെന്റ് അവിടെ നല്ല എഫക്റ്റീവ് ആയിട്ട് തന്നെ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് ഡിസിഷൻ മേക്കിംഗ് ഫോർത്ത് പോയിന്റ് നോക്കുകയാണെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ഇസ് സ്ലോ ഇൻ പേഴ്സണൽ മാനേജ്മെന്റ്. തീർച്ചയായിട്ടും നമുക്കറിയാം പേഴ്സണൽ മാനേജ്മെന്റ് ഒരു മീഡിയേറ്റർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലെ. അവിടെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ മെഷീനൊക്കെ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു മീഡിയേറ്ററിന്റെ റോളാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ടോപ്പ് ലെവലിലുള്ള എംപ്ലോയറിന്റെ അല്ലെ ഇവരുടെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ്, എംപ്ലോയിക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ അറിയിക്കാനായിട്ട് ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടോപ്പ് ലെവലിൽ നിന്ന് ഒരു ഡിസിഷൻ അല്ലെ ഒരു തീരുമാനം വരുമ്പോഴാണ് അത് നടപ്പാക്കാനായിട്ട് സാധിക്കുന്നത്. അതേസമയം ബട്ട് സെയിം ഇൻ കമ്പാരിറ്റീവ്ലി ഫാസ്റ്റ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതേസമയം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിന് തന്നെ കുറച്ച് അധികാരങ്ങൾ വിട്ടുകൊടുക്കുകയാണ് അല്ലെ. അവിടെ എംപ്ലോയീസിനൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അധികാരങ്ങളൊക്കെ വിട്ടുകൊടുക്കുന്നു. അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കലോ അല്ലെ ഇൻസെന്റീവ്സോ എന്തെങ്കിലുമൊക്കെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ടുള്ള പെർമിഷൻ ആ ഡിപ്പാർട്ട്മെന്റിന് തന്നെ കൊടുക്കുന്നു. സോ അതുകൊണ്ട് തന്നെ ഡിസിഷനൊക്കെ എളുപ്പത്തിൽ എടുക്കാനായിട്ട് സാധിക്കും. ഫിഫ്ത് പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇൻ പേഴ്സണൽ മാനേജ്മെന്റ് there is a piecemeal distribution of initiatives. Our integrated distribution of initiatives is there in human resource management. Okay, പേഴ്സണൽ മാനേജ്മെന്റിലാണെങ്കിൽ നമുക്കറിയാം വളരെ എന്താണ് ഒരുപാട് ഒരു മന്ദഗതിയിലായിട്ടുള്ള ഒരു പോക്കാണ്. സാധാരണ രീതിയിൽ എല്ലാ കാര്യങ്ങളും ഇനീഷ്യേറ്റീവ് ആയിട്ട് എടുത്തുകൊണ്ട് വരികയല്ല, ഡിസിഷൻ ഒന്നും എടുക്കാനായിട്ടൊന്നും എളുപ്പം സാധിച്ചെന്ന് വരുന്നത് അല്ലെ. അതേസമയം എന്താണ് അവിടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ എന്താണ് അത് എല്ലാം ബന്ധത്തിന്റെ സംയോജനമാണ് അല്ലെ. എല്ലാം പടപെടാവുന്ന ഓരോ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം, അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അവിടെ സെലക്ഷൻ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നടപ്പാക്കേണ്ടതുണ്ട്. അതേമാതിരി തന്നെ തൊഴിലാളികൾക്ക് എന്തെങ്കിലും ഇൻസെന്റീവ്സ് കൊടുക്കുകയോ പാരിതോഷികങ്ങൾ റിവാർഡ്സ് കൈകാര്യം ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്ക് ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുകയോ അതൊക്കെ ഇനീഷ്യേറ്റീവ് ആയിട്ട് അവർക്ക് ഓരോരോ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് എല്ലാം കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആ ഡിപ്പാർട്ട്മെന്റിൽ പ്രധാനമായിട്ടും ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പൊ പേഴ്സണൽ മാനേജ്മെന്റ് മന്ദഗതിയിലാണ് പോണെന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ അത് സ്പീഡിലാണ് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തു പോകുന്നത്.
ഒരു സംയോജിത പ്രവർത്തനമാണ് അവിടെ കൈകാര്യം ചെയ്ത് പോകുന്നത്. നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇൻ പേഴ്സണൽ മാനേജ്മെന്റ് ജോബ് ഡിസൈൻ ഈസ് primarily based on a division of a work. ഓക്കെ, അതില് പ്രധാനമായിട്ട് നമുക്കറിയാം അവിടെ വർക്കിന്റെ ഒരു അല്ലെ എന്തോരം ജോലി വിഭജനത്തിനെയൊക്കെയാണ് ബാധിച്ചിരിക്കുന്നത്. അതായത് കൃത്യമായിട്ട് ഓരോരുത്തർക്ക് ജോലി ഏൽപ്പിച്ചു കൊടുക്കുന്നു, അവർ ആ ജോലികളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് മേൽനോട്ടം ചെയ്ത് നോക്കുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, employee are divided into groups or teams for performing any task. ഓക്കെ, ഒരു ടാസ്ക് അവര് ഒരു ഗ്രൂപ്പ് ആയിട്ടൊക്കെയാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അല്ലെ, അവർക്ക് റിവാർഡ് കൊടുക്കണോ, അവർക്ക് ട്രെയിനിങ് കൊടുക്കണോ, ആ ഗ്രൂപ്പൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ എന്നൊക്കെയുള്ള രീതിയിലാണ് കൈകാര്യം ചെയ്തത്. അതേസമയം പേഴ്സണൽ മാനേജ്മെന്റിൽ അതെങ്ങനെയാണ് രൂപകൽപ്പന ചെയ്തത്? ഡിവിഷൻ ഓഫ് വർക്ക്, അല്ലെ, വർക്കിന്റെ ഡിവിഷനായിട്ട് ഓരോ വർക്കിനെയാണ് വിഭജിച്ച് അവർക്ക് നൽകുന്നത്. അതേസമയം എംപ്ലോയീസിനെ, അല്ലെ, കൂട്ടമായിട്ട് ഓരോരോ എംപ്ലോയീസിനാണ് വർക്കുകൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. Then in personal management, the agreements are based on a collective bargaining with the union leader. തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ എന്താണ് പേഴ്സണൽ മാനേജർ ഒരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കുമ്പോൾ തർക്കങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യൂണിയൻ അല്ലെ യൂണിയനൊക്കെ എന്തെങ്കിലും അതിന്റെ ലീഡറിനൊക്കെ കളക്റ്റീവ് ബാർഗെയിൻ ചെയ്യുന്ന, അല്ലെ, വിലപേശി അവരുടെ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് വിലപേശി കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ് അവിടെ പേഴ്സണൽ മാനേജർ കൈകാര്യം ചെയ്യുന്നത്. അല്ലെ, കൺവേഴ്സിയലി ഇത് in HRM there is no need for collective bargaining as individual contracts exist with each employee. ഓക്കെ, ഓരോ എംപ്ലോയി നമുക്കറിയാം ഇപ്പോൾ നവഡേസിലൊക്കെ നമ്മളൊരു തൊഴിൽ പ്രവേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെ ഇത്രയും എഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്, അല്ലെ, അവിടെ റിക്രൂട്ട്മെന്റ് ടൈമിൽ വരെ നമുക്കറിയാം പല കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യും. ആ ഓഫർ ചെയ്യുന്ന അനുസരിച്ചിട്ടുള്ള, അല്ലെ, ലീഗൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെയാണ് അവര് വർക്കിന് പ്രവേശിക്കുന്നത്. സോ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങളൊക്കെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ബെനിഫിറ്റ്സുകളൊക്കെ ലഭ്യമാകേണ്ടതുണ്ടെങ്കിൽ, അല്ലെ, നിയമപരമായിട്ട് ലഭ്യമാക്കേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ലഭ്യമാക്കി തന്നെ കൊടുക്കണം. അല്ലെ, കേസ് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ ലീഗൽ ഇഷ്യൂസുകളൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ടൊക്കെ എംപ്ലോയർ നേരിടേണ്ടതൊക്കെ ആയിട്ട് വരും. അല്ലെ, അപ്പൊ HRM എന്താണ് അവിടെ കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ ആവശ്യകത വരുന്നില്ല. അല്ലെ, അവിടെ ഒരു കോൺട്രാക്ട് ബേസ് ചെയ്തിട്ട് തന്നെയാണ് ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും ടൈമിൽ വർക്ക് ചെയ്താൽ നമുക്ക് ഇത്രയും കൂലി വേണം, ഇത്രയും ടൈം അവേഴ്സ് നമ്മൾ വർക്ക് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു ലീഗൽ എഗ്രിമെന്റിന്റെ ബേസിലാണ് വർക്കിൽ പ്രവേശിക്കുന്നത്. ആ ഒരു ഓൾഡ് കൺസെപ്റ്റ്, അല്ലേ, പഴയ കാലഘട്ടത്തിലെ തൊഴിലും ഈ കാലഘട്ടത്തിലെ തൊഴിലും തമ്മിലുള്ള വേരിയേഷൻ തന്നെയാണ് ഇവിടെ പ്രധാനമായിട്ട് ഇത് പറയുന്നത്. വ്യത്യാസമില്ലേ? പഴയ കാലഘട്ടത്തിലും ഇപ്പോഴത്തെ ഉള്ള വ്യത്യാസങ്ങളില്ലേ? ഫീൽ ചെയ്യാറില്ലേ? ഇപ്പൊ കൂലിയൊന്നും കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ്, അല്ലെ, ലീഗൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അല്ലെ, പഴയ കാലഘട്ടത്തിൽ ചിലപ്പോ ആണെങ്കിൽ കൂലിയൊന്നും കിട്ടിയില്ലെങ്കിലും അവര് ചിലപ്പോ, അല്ലെ, എന്തെങ്കിലുമൊക്കെ സ്ട്രൈക്കും അതൊക്കെ കൊണ്ട് നടക്കേണ്ട വരും എന്നുള്ളതല്ലാതെ ചിലപ്പോ കിട്ടിയെന്ന് വരില്ല. പക്ഷെ ഇന്ന് നവഡേസിൽ അങ്ങനെയല്ല, എല്ലാം എഗ്രിമെന്റ് ബേസിലാണ്. അല്ലെ, നമുക്ക് നോക്കിയാണെങ്കിൽ 8th പോയിന്റ് വായിച്ചു നോക്കണോ? എല്ലാം കൂടി ഒന്നിച്ച് എടുത്തു പോകണതിന് ബുദ്ധിമുട്ടുണ്ടാവുമോ? ജസ്റ്റ് വായിച്ചു നോക്കാം. ഏതെങ്കിലും പോയിന്റ് 7th പോയിന്റ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഓക്കെ, ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം എന്ന് പറഞ്ഞപ്പോഴും ഓർക്കണം. ചില പോയിന്റ്സുകളൊക്കെ ഇതിന്ന് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്, നമ്മൾ കണ്ടതാണ്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്? അത് എന്താണ് അവരുടെ കൺസെപ്റ്റിലാണെങ്കിൽ അതൊരു ടൂൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ഡേയ്സിൽ നമുക്ക് അതറിയാം അസറ്റ് ആയിട്ടാണ്, അല്ലെ, ഓർഗനൈസേഷന്റെ അസറ്റ് ആയിട്ടാണ് ഹ്യൂമൻ റിസോഴ്സിനെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇവിടെ പ്രൈമറിലി ബേസ്ഡ് ഓൺ ഡിവിഷൻ ഓഫ് വർക്ക്, അല്ലെ, അവിടെ പേഴ്സണൽ മാനേജ്മെന്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡിവിഷൻ ഓഫ് വർക്കിന്റെ ബേസിലാണ് കൈകാര്യം ചെയ്യുന്നത്. അതേസമയം HRM എന്താണ് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക, അല്ലെ, പെർഫോമൻസിന്റെ ബേസിലാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അതേപോലെ തന്നെ അടുത്ത പോയിന്റ് നോക്കാം. എന്താണ് നെക്സ്റ്റ്? ഓക്കെ ആണോ? 7th വരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഏതെങ്കിലും ഡൗട്ടുള്ള പോയിന്റ് ഉണ്ടോ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. In personal management, the pay is based on a job evaluation. Like HRM, where the base of a pay is a performance evaluation. അല്ലെ, അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജോബിനെ വിലയിരുത്തിയിട്ടൊക്കെ ആ വ്യക്തി ജോലി ചെയ്യുന്നുണ്ടോ, പറയുന്ന സമയത്തൊക്കെ ജോലി എടുക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് പണ്ട് കൂലി, അല്ലെ, അവിടെ ഒരു സാലറി ഒക്കെ കൈകാര്യം ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ ഡേയ്സിൽ നമുക്കറിയാം ടാർജറ്റുകളൊക്കെ കൊടുക്കുകയാണ്, അല്ലെ, ഇത്രയും ടാർജറ്റ് ചെയ്യണം. അത് എപ്പോ ചെയ്താലും എങ്ങനെ ചെയ്താലും നല്ല പ്രശ്നം, അല്ലെ, ഇത്രയും ടാർജറ്റുകൾ അത് ചെയ്ത് തീർക്കണം എന്നുള്ളതാണ്. സോ എന്താണ് അവിടെ പെർഫോമൻസിനാണ് ഇവാലുവേഷൻ വരുന്നത്, അല്ലെ, അവിടെ എത്രത്തോളം പ്രകടമാക്കി അവര് ഇന്ന സമയത്തിനുള്ളിൽ ഇത്രയും ടാർജറ്റ് കഴിഞ്ഞോ, അല്ലെ, ആ ഒരു രീതിയിലാണ് ഇവിടെ പേയ്മെന്റുകളൊക്കെ ലഭ്യമാക്കുന്നത്. പഴയ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇവാലുവേഷൻ, അല്ലെ, ജോബ് കൊടുക്കുന്നത്, അവരുടെ പേയ്മെന്റ് കൊടുക്കുന്നത് ജോലി ഇവാലുവേറ്റ് ചെയ്തിട്ട് നോക്കി, അല്ലെ, അവര് വന്നു ഡ്യൂട്ടി ചെയ്തു എന്നുള്ള ഒരു ഇവാലുവേഷൻ ആണെങ്കിൽ ഡേയ്സിൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് അവിടെ പേയ്മെന്റുകളൊക്കെ കൊടുക്കുന്നത്. അതും ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് മാർക്ക് ചെയ്ത് പോവാം. Then in the personal management of ordinary activities such as the employee hiring, remunerative training and harmony. ഓക്കെ, പേഴ്സണൽ മാനേജ്മെന്റിൽ നമ്മൾ ജസ്റ്റ് നമുക്കറിയാം എന്താണ് അവിടെ എംപ്ലോയിനെയൊക്കെ കണ്ടെത്തുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ജോലി കാര്യങ്ങളൊക്കെ, അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള പേയ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇൻ കേസ് അവർക്ക് എന്തെങ്കിലും ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ ട്രെയിനിങ് കൊടുക്കുക. അവർ ഐക്യത്തോട് കൂടിയിട്ട്, അല്ലെ, ഏകോപിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് പേഴ്സണൽ മാനേജ്മെന്റിൽ. On the contrary, human resource management focus on treating employees as valued assets which are to be valued, used as preserved. ഓക്കെ, അതായത് അതൊരു വാല്യൂഡ് അസറ്റ് ആണ്, അല്ലെ, ഒരു മൂല്യമുള്ള ഒരു അസറ്റ് ആയിട്ടാണ് ഹ്യൂമൻ റിസോഴ്സിനെ കാണുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് ആ ഒരു വില ഉള്ളത് കൊണ്ട് തന്നെ അതിനെ പ്രീതിപ്പിക്കാൻ, അല്ലെ, ആ വിലയുടെ മൂല്യം കൂട്ടിയെടുക്കാനായിട്ട് എന്തൊക്കെ ചെയ്യും, അല്ലെ, അവിടുത്തെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അവരെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, അല്ലെ, അവരുടെ സ്കിൽ നോളജ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസെന്റീവ്സും, അല്ലെ, മറ്റു എന്റർടൈൻമെന്റ് പ്രോഗ്രാംസും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ എംപ്ലോയീസ്, അല്ലെ, അവർക്ക് അനുകൂലമായിട്ടുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ ലഭ്യമാകുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ അവർക്ക് വർക്ക് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളെ കുറിച്ചും കൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കാരണം അതൊരു അസറ്റാണ്, അസറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. അതേസമയം പേഴ്സണൽ മാനേജ്മെന്റിൽ ഇന്ന് ഐക്യത്വം, അല്ലെ, അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നും കോൺഫ്ലിക്റ്റുകളൊന്നും ഇല്ലാതെ, തർക്കങ്ങളൊന്നും ഇല്ലാതെ അവർക്ക് ആവശ്യമായിട്ടുള്ള പേയ്മെന്റ് ഒക്കെ കറക്റ്റ് ആയിട്ടൊക്കെ കൊടുത്ത് അവരെ ജോലിയിൽ കൃത്യമായിട്ടൊക്കെ പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ നടപ്പാക്കി മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള ഒരു പ്രത്യേക എയിം മാത്രമുള്ളൂ. എങ്കിലും എന്താണ് HRM വരുമ്പോൾ കുറച്ചും കൂടി ഒരു വാല്യൂ കൊടുത്തിട്ട്, അല്ലെ, ആ അസറ്റിന് മൂല്യം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ കാഴ്ചവെക്കുന്നത്. ഓക്കെ, ഡിഫറൻസ് ഓക്കെ ആണോ? ആണോ? വായിച്ചു നോക്കേണ്ടതുണ്ടോ? വായിച്ചു നോക്കാം. ഏതെങ്കിലും പോയിന്റ്, ഏതെങ്കിലും ഡിഫറൻസ് കിട്ടാത്തുണ്ടെങ്കിൽ ചോദിക്കാമോ?
ഓക്കെ, പ്രത്യേകിച്ച് ഒരു ഡൗട്ടും ഇല്ല. ഓക്കെ, നമുക്കപ്പോ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സ് ഡ്യൂട്ടീസ് ആൻഡ് ലൈൻ മാനേജേഴ്സ് ഡ്യൂട്ടീസ്. In personal management, in personal management there is a piecemeal distribution of initiatives. Right? അവിടെ നമ്മളൊക്കെ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ എന്താണ് ഒരു സർണാത്മകമായിട്ടുള്ള ഒരു കുറച്ച് അല്ലെ നമ്മളൊരു മീഡിയേറ്റർ ആയിട്ട് നിലകൊള്ളുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അവിടെ ഇപ്പോ എന്താണ് വളരെയധികം കാര്യങ്ങളിലൊന്നും പ്രത്യേകമായിട്ടുള്ള റോള് അദ്ദേഹത്തിന് വരുന്നില്ല. ചിലപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും തർക്കങ്ങൾ അല്ലെ തൊഴിലാളികളുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളൊക്കെ വരുമ്പോൾ ഒരു തീരുമാനം എടുക്കണം അല്ലെ. വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ തൊഴിലുടമയോടും അതേമാതിരി യൂണിയൻ നേതാക്കളുടെ ഇടയിൽ നിന്നുകൊണ്ട് ഒരു സമാധാനപൂർവമായിട്ട് ഒരു മന്ദഗതിയിലൊക്കെ ഒരു തീരുമാനങ്ങൾ എടുക്കാം. അതേസമയം ഹൗവർ ഇന്റഗ്രേറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇനീഷ്യേറ്റീവ് ഈസ് ദെയർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതായത് ഇവിടെ എന്ന് പറയുമ്പോൾ അല്ലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഇന്റഗ്രേറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. എന്ന് വെച്ചാൽ അവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ അപ്ഗ്രേഡ് ആയിട്ട് എടുക്കണം. അപ്പൊ ദ്രുതഗതിയിൽ അല്ലെ നമ്മൾ സ്പീഡിൽ തന്നെ നമുക്ക് ഇനീഷ്യേറ്റീവ്സ് കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ എന്താണ് അത് മാത്രമല്ല നമുക്കറിയാം അവിടുത്തെ എല്ലാ ഹ്യൂമൻ റിസോഴ്സസിനെയും ഒരേപോലെ തന്നെ നമ്മൾ കൊണ്ടുപോകണം അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ആർക്കാർക്കും പ്രോബ്ലംസ് ഒന്നും വരാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ എല്ലാത്തിനെയും ഒന്നിച്ച് കൂട്ടായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യണം അല്ലെ. അപ്പൊ ഈ മറ്റേതെന്ന് പറയുമ്പോൾ നമുക്കറിയാം വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. അവിടെ എന്താണ് തർക്കങ്ങൾ എന്ന് പറയാനായിട്ടോ അല്ലെങ്കിൽ എല്ലാവരും ഒരേപോലെ നമ്മൾ വീക്ഷിക്കുന്നതോടൊപ്പം തന്നെ എന്താണ് അവർക്ക് ഒരു കൃത്യമായിട്ടുള്ള അവിടെയുള്ള പേഴ്സൺസിനെ കെയർ കൊടുക്കണമെന്നുള്ള ഒരു ഇതില്ല. മീൻസ് അവരെ ഇച്ചിരിയും കൂടി മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഫാക്ടേഴ്സിനെ ഒന്നും കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല അല്ലെ. അപ്പൊ അവിടെ ഒരു സമാധാനപൂർവമായിട്ടുള്ള രീതിയിൽ തന്നെ ഇനീഷ്യേറ്റീവ്സ് ആയിട്ട് മുന്നോട്ട് പോവുക. അതേസമയം ഇവിടെ ഇന്റഗ്രേറ്റഡ് അല്ലെ എല്ലാ തൊഴിലാളികളെയും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് കാണേണ്ടതുണ്ട്. അപ്പൊ പെട്ടെന്ന് ഡിസിഷൻസ് ഒക്കെ പുതിയത് എടുക്കേണ്ടതുണ്ട്. അന്ന് എല്ലാവർക്കും ഒരേപോലെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് മാത്രം എടുത്തു പോകാനായിട്ട് സാധിക്കുള്ളൂ. സോ അത് സംയോജനത്തോടു കൂടിയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം അവിടെ വിതരണം ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? വേറെ എന്തെങ്കിലും? ഏതെങ്കിലും പോയിന്റ്സ് ചോദിക്കാട്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ. നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. HR മാനേജേഴ്സ് ഡ്യൂട്ടീസ് ആൻഡ് ലൈൻ മാനേജേഴ്സ് ഡ്യൂട്ടീസ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സ് ഡ്യൂട്ടീസ്, ലൈൻ മാനേജേഴ്സ് ഡ്യൂട്ടീസ് നമ്മൾ എന്താണ് വേരിയേഷൻ നോക്കാം. ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സിന്റെ ഡ്യൂട്ടീസ് ആണ് ആദ്യം പറയുന്നത്. ലൈൻ മാനേജേഴ്സിന്റെ ഡ്യൂട്ടീസ് ഉണ്ട്. Okay, as a manager of an important division of an organization, the duties are usually many and also hold great importance in a company. Following other duties, HR manager. Okay, അതായത് ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് അല്ലെ. HR മാനേജർ എന്ന് പറയുന്ന ആ വിഭാഗം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കമ്പനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിന്റെ ചുമതലകൾ അത്രയും പ്രധാനപ്പെട്ടതാണ് കമ്പനിയെ സംബന്ധിച്ച്. കാരണം അവിടെ ഹ്യൂമൻ റിസോഴ്സസിന് പോസിബിൾ ആയിട്ടുള്ള ഡ്യൂട്ടികളാണ്, ചുമതലകളാണ് അദ്ദേഹം നിർവഹിക്കുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് നോക്കാം. First one, comparing and planning to make the best use of the employee talent and skills. Okay, അതായത് നമുക്കറിയാം ഓരോ എംപ്ലോയി അല്ലെ ഓരോ ഓർഗനൈസേഷന് നമുക്ക് വേക്കൻസികൾ വരാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. ഒരു കമ്പനി ആണെങ്കിലും ഫേം ആണെങ്കിലൊക്കെ അവിടെ ഹ്യൂമൻ റിസോഴ്സസിന്റെ വേക്കൻസികളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ആ വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് നിയുക്തനായിരിക്കുന്ന വ്യക്തി അല്ലെ, കണ്ടെത്തേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് നല്ല ഒരു നോളജ് ഉള്ള നല്ലൊരു സ്കില്ല് അല്ലെ. ആ ജോലി ഏത് ജോലിക്കാണോ വേക്കൻസി വന്നിരിക്കുന്നത് ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ടാലന്റ് ആയിട്ടുള്ള ഒരു സ്കില്ല് അല്ലെ, നല്ല കഴിവിട്ട് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയിയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ മോസ്റ്റ്ലി നമ്മൾ കണ്ടെത്തേണ്ടത് പ്ലാൻ ചെയ്യുന്നത് അല്ലെ, കമ്പയറിങ് ആൻഡ് പ്ലാനിങ് ടു മേക്ക് ബെസ്റ്റ് യൂസ് ഓഫ് ദ എംപ്ലോയി. ഏത് എംപ്ലോയി ആണ് ബെസ്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു വേക്കൻസിയിൽ കണ്ടെത്താനായിട്ട് സാധിക്കുക എന്നുള്ളത് പ്ലാൻ ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട ഡ്യൂട്ടി ആദ്യമാണ്
HR മാനേജ്മെന്റ് ചെയ്യാം. ഓക്കെ, കമ്പയറിംഗ് ആൻഡ് പ്ലാനിങ് ടു മേക്ക് ബെസ്റ്റ് യൂസ് ഓഫ് ദ എംപ്ലോയി ടാലന്റ് ആൻഡ് സ്കിൽസ്. ഓക്കെ, ഒരു വ്യക്തിന്റെ വരുമ്പോൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടെത്തുക എന്ന് പറയുന്ന അതിന്റെ പ്ലാനിങ് ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? HR മാനേജറിലാണ്. Then administer the work of support the staff and specialist of their team. Okay, നമുക്കറിയാം ആ ടീമില് അല്ലെ ഒരുപാട് HR ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒരുപാട് മെമ്പേഴ്സ് ഒക്കെ അവരോടൊപ്പം തന്നെ സപ്പോർട്ടീവ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടാവും. അവരെല്ലാം നല്ല രീതിയിൽ തന്നെ കോർഡിനേറ്റ് ചെയ്ത് അല്ലെ അഡ്മിനിസ്ട്രേഷൻ പവർ എന്ന് പറയുമ്പോൾ ഭരണ നിർവഹണ ആ കാര്യങ്ങളെല്ലാം നിർവഹിച്ചു പോകണം. ഓക്കെ, എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് നല്ല രീതിയിൽ കോപ്പറേറ്റീവ് ചെയ്ത് വർക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് ആ ഒരു ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അല്ലെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടിയും ആര് തന്നെയാണ് നിർവഹിക്കേണ്ടത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജറാണ് നിർവഹിക്കേണ്ടത്. Then establishing a relationship between employee and organization management. നമുക്കറിയാം ഏതൊരു സ്ഥാപനത്തിലും തൊഴിലാളികളുണ്ട്. വേക്കന്റ് ആവുമ്പോഴാണ് തൊഴിലാളികളെ നമുക്ക് അഡീഷണൽ ആയിട്ട് കണ്ടെത്തേണ്ടത്. നിലവിൽ എന്തായിരിക്കും? തൊഴിലാളികൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ തൊഴിലാളികളും ഓർഗനൈസേഷൻ അല്ലെ ആ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവണം. തർക്കങ്ങളൊന്നും ഇല്ലാതെ തർക്കങ്ങളൊന്നും ഇല്ലാതെ തന്നെ പോവാനായിട്ട് അല്ലെ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും തൊഴിലുടമ എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ട് ഉൾക്കൊള്ളുന്ന പ്രവർത്തിക്കാനായിട്ട് അല്ലെ അവര് കൊടുക്കുന്ന സാലറി അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന സമയക്രമം അനുസരിച്ചിട്ട് തന്നെയൊക്കെ ഡ്യൂട്ടി ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു സന്നദ്ധത തീർച്ചയായിട്ടും ആ ഒരു സന്നദ്ധത തൊഴിലാളികൾക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് അവര് തർക്കങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഡ്യൂട്ടിയിൽ അല്ലെ കൃത്യമായിട്ട് തന്നെ എഫക്റ്റീവായിട്ട് നല്ല ഫലപ്രാപ്തിയോട് കൂടിയിട്ട് ഡ്യൂട്ടി ചെയ്യാനായിട്ട് സന്നദ്ധരാകുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ എന്താണ് നല്ലൊരു ബന്ധം കാഴ്ചവെക്കണമെങ്കിൽ അതിനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം അല്ലെ. അവർക്ക് തർക്കങ്ങളൊന്നും ഇല്ലാതെ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകില്ല അല്ലെ. കേസ് ഒരു പുതിയ എംപ്ലോയി അല്ലെങ്കിൽ പുതിയൊരു മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്തു അവർക്ക് അതിനോട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു ട്രെയിനിങ് പാക്കേജ് കൊടുക്കണം. തീർച്ചയായിട്ടും എംപ്ലോയറിനെ അറിയിച്ചിട്ട് അവർക്ക് അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുക്കണം. തീർച്ചയായിട്ടും തൊഴിലാളികളുടെ ക്ഷേമത്തിന് അല്ലെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ അവിടെ തർക്കങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പോട് കൂടിയിട്ട് തൊഴിലുടമയ്ക്കും തൊഴിലാളികൾക്കും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇൻ കേസ് അങ്ങനെ ഒരു സാഹചര്യം അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് ആരാണ്? ആ HR ഡിപ്പാർട്ട്മെന്റിലെ മാനേജറാണ്. അവിടെയുള്ള തൊഴിലാളികളും തൊഴിലുടമയും ഒക്കെ തമ്മിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഓക്കെ, എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് ഓർഗനൈസേഷൻ മാനേജ്മെന്റ്. ക്ലിയർ അല്ലേ? 3 പോയിന്റ് ഓക്കെയാണോ? ാണോ? ഓക്കെ, ഫസ്റ്റ് നമ്മൾ കണ്ടു നല്ല അല്ലെ ടാലന്റഡ് ആയിട്ടുള്ള സ്കില്ലായിട്ടുള്ള പേഴ്സണെ കണ്ടെത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ എല്ലാവരോടും ഒന്നിച്ച് അഡ്മിനിസ്റ്റർ ചെയ്ത് നല്ല ഭരണനിർവഹണായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഒപ്പം എന്താണ് നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെ കാഴ്ചവെക്കാനായിട്ട് സ്ഥാപിക്കാനായിട്ട് മീഡിയേറ്റർ ആയിട്ടും പ്രവർത്തിക്കേണ്ടതുണ്ട്. Then guide in helping the team in recruiting and hiring employee workforce. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ടാലന്റഡ് ആയിട്ടുള്ള സ്കില്ലായിട്ടുള്ള എംപ്ലോയിനെ കണ്ടെത്തണം അല്ലെ. അപ്പൊ അവിടെ അതിനനുസരിച്ചിട്ടുള്ള ഗൈഡൻസ് റിക്രൂട്ടിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം എന്താണ് വേക്കൻസികളൊക്കെ വരുമ്പോൾ അപേക്ഷകൾ കണ്ടെത്തണം. ഒരുപാട് അപേക്ഷകൾ ഉണ്ടെങ്കിലാണ് അതിൽ നിന്ന് നല്ല അനുയോജ്യമായിട്ടുള്ള വ്യക്തികളെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ഗൈഡിങ് ഏതൊക്കെ രീതിയിലാണ് റിക്രൂട്ട്മെന്റ് നടത്തേണ്ടത്, എങ്ങനെയാണ് എന്താണ് കാൻഡിഡേറ്റ്സിനെ നമ്മൾ വിളിക്കേണ്ടത് അല്ലെ. അങ്ങനെയൊക്കെ നല്ല മൂല്യത്തോടു കൂടിയിട്ടുള്ള വർക്ക് ഫോഴ്സ് ഉണ്ടാവാൻ ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടതും അത് തന്നെയാണ് HR മാനേജറാണ്. Then manage and implement employee benefit programs. ഓക്കെ, നമ്മൾക്ക് അറിയാം തൊഴിലാളികളുടെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രാംസുകളൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കുകയാണെങ്കിലാണ് അവർ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്യുള്ളൂ അല്ലെ. ഒരു തൊഴിലെടുത്ത് നമ്മൾ സംതൃപ്തിയോടുകൂടി വർക്ക് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത? എന്തായിരിക്കും റിസൾട്ട്? ബെറ്റർ റിസൾട്ട് ആയിരിക്കും? നല്ല റിസൾട്ട് ആയിരിക്കും? നല്ല സാറ്റിസ്ഫാക്ഷൻ അന്തരീക്ഷത്തോട് കൂടിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും റിസൾട്ട്? ഞാൻ മാത്രം പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നത്. എങ്ങനെയായിരിക്കും നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം തൊഴിലാളികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് എന്തായിരിക്കും? ബെറ്റർ റിസൾട്ട് ആയിരിക്കും. ഓക്കെ, ഗുഡ് റിസൾട്ട് ആയിരിക്കും അല്ലെ. അവർ സംതൃപ്തരാണെങ്കിൽ എന്താണ് അവര് വർക്ക് ചെയ്യാനായിട്ട് താല്പര്യത്തോടു കൂടിയിട്ട് വർക്ക് ചെയ്യും.
അതല്ല അവർക്ക് അല്ലെ കേസ് ചിലപ്പോ ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഓവർലോഡ് അല്ലെ 1 മണിക്കൂർ കൂടുതൽ അവരെ കുറച്ചും കൂടി ഓവർലോഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജ് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താണ് അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. സോ 1 മണിക്കൂർ അധികം ചെയ്യേണ്ടി വന്നാലും എന്താണ് അവർ തൃപ്തിയോട് കൂടിയിട്ട് ചെയ്യും. അതല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്ത സമയം കഴിഞ്ഞ് ദേഷ്യപ്പെട്ടിട്ടായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ റിസൾട്ട് ആ ബാലൻസ് വർക്കിലും അവിടെ പ്രകടമായിരിക്കും. സോ ഇത്തരത്തിലുള്ള എന്ത് കാര്യമാണെങ്കിലും അല്ലെ ഓവർ ടൈം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിച്ച് കൊടുക്കുമ്പോഴും എന്താണ് അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലെ. അല്ലെങ്കിൽ ഒരു ട്രാവലിംഗ് അലവൻസ് ചിലപ്പോൾ വേണമെങ്കിൽ അവർക്ക് ബസ് സർവീസ് ഒന്നും ഇല്ലാത്ത എന്തെങ്കിലും എന്താണ് പറഞ്ഞെങ്കിൽ അവർക്കുള്ള ഒരു ട്രാവലിംഗ് അല്ലെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ക്യാൻറ്റീൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുക. അത്തരത്തിലുള്ള ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകളെല്ലാം എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എന്താണ് അവിടെ ചെയ്തു കൊടുക്കുന്നത് എംപ്ലോയറിന്റെ സാന്നിധ്യത്തിൽ അല്ലെ. അവരെ അറിയിക്കുന്നത് ആരാണ്? മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്ന ആരാണ്? HR മാനേജർ ആയിരിക്കും അല്ലെ. ആ ഡിപ്പാർട്ട്മെന്റ് ആണ് മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നത്. സോ അവര് കൃത്യമായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ് എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആയിരിക്കും. സോ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം നല്ല റിസൾട്ട് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. നമുക്ക് എന്താണ് മാനേജ് ആൻഡ് ഇംപ്ലിമെന്റ് എംപ്ലോയി ബെനിഫിറ്റ് പ്രോഗ്രാംസ്. അപ്പൊ അത്തരത്തിലുള്ള ഇംപ്ലിമെന്റ് പ്രോഗ്രാംസ് ഒക്കെ നടപ്പാക്കുക, അതിനെ മാനേജ് ചെയ്യുകയൊക്കെ ആരാണ്? HR മാനേജർ ആണ്. നെക്സ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ സോൾവിംഗ് ആൻഡ് അവോയ്ഡിങ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോംപ്ലക്സ് അറൈസിംഗ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ എപ്പോഴും നമ്മൾ പറയും എല്ലാം നല്ല സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്നൊക്കെ പറയും. എങ്കിലും അല്ലെ ഹ്യൂമൻ ബീയിങ്സ് ആണ്, എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള തർക്കങ്ങളൊക്കെ വരുമ്പോൾ അത് സോൾവ് ചെയ്യാനായിട്ട് മീഡിയേറ്റർ ആയിട്ട് നിലകൊള്ളേണ്ടത് HR ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ചിലപ്പോ ആണെങ്കിൽ അവരുടെ സാലറി പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ഷിഫ്റ്റിന്റെ ഡ്യൂട്ടി പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ടൈം അവേഴ്സിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം, വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കും. ഇനി എന്ത് തന്നെയാണെങ്കിലും അവിടെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് എന്താണ് മീഡിയേറ്റർ ആയിട്ട് നിലകൊള്ളുന്നത് HR ഡിപ്പാർട്ട്മെന്റ് HR മാനേജറായിട്ട്. അപ്പൊ മോസ്റ്റ് ഓഫ് ദ അല്ലെ ഡ്യൂട്ടി HR മാനേജറിനായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആ കോൺഫ്ലിക്റ്റുകളൊക്കെ സോൾവ് ചെയ്യാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. ലാസ്റ്റ് പോയിന്റ് കൺസൾട്ടിങ് വിത്ത് ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സ് ഓവർ ഇമ്പോർട്ടന്റ് ഓർഗനൈസേഷൻ ഇഷ്യൂസ്. ഓക്കെ, നമുക്കറിയാം മാനേജർ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ കീഴിലായിരിക്കും ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെ. അപ്പൊ ആ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സുമായിട്ട് കൂടി ആലോചിച്ച് അല്ലെ ഓർഗനൈസേഷന്റെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ കൂടി ആലോചിച്ചിട്ട് അല്ലെ ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് ചുമതലയുണ്ട് HR മാനേജറിന് ചുമതലയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലാസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് കൺസൾട്ടിങ് വിത്ത് ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സ് ഓവർ ഇമ്പോർട്ടന്റ് ഓർഗനൈസേഷണൽ ഇഷ്യൂസ്. ഓർഗനൈസേഷൻ്റെതായിട്ടുള്ള ഇഷ്യൂസുകൾ വരുമ്പോൾ അവിടെ മറ്റു ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സ് ഒക്കെ ആയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കേണ്ടതും ആര് തന്നെയാണ്? HR മാനേജറാണ്. ാണോ HR മാനേജറിന്റെ ഡ്യൂട്ടീസ് വായിച്ചു നോക്കാം. ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിലേക്ക് ഏതെങ്കിലും ഒരു ചോദ്യമൊക്കെ ഇങ്ങനെ വരാം അല്ലെ. ഹൂ ഗൈഡ്സ് ഇൻ ഹെൽപ്പിംഗ് ദ ടീം ഇൻ റിക്രൂട്ടിംഗ് ആൻഡ് ഹയറിംഗ് എംപ്ലോയി വർക്ക്ഫോഴ്സ്. ആരായിരിക്കും ഗൈഡ് ചെയ്യുന്നത്? HR മാനേജറാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു ചോദ്യം ഇതിന്റെ ഉള്ളിൽ അല്ലെ ആരാണെന്നുള്ള ഒരു രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം. സോ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം HR മാനേജറിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത്. നമുക്കറിയാം ഓൾമോസ്റ്റ് മാനേജർ എന്നുള്ള നിലയിൽ അത് പഠിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരം ഡ്യൂട്ടീസ് ഒക്കെ അതിന്റെ കീഴിൽ നിശ്ചിതമായിരിക്കുന്ന കാര്യം ഓർമ്മിക്കുക. ാണോ? ഏതെങ്കിലും പോയിന്റ് കിട്ടാത്തതുണ്ടോ? സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? അറിയുന്നില്ല. സ്പീഡ് കൂടുതലും അല്ല കുറവോ അല്ലാന്ന് തോന്നുന്നു. ഇതുകൂടിയും കുറയ്ക്കാന്ന് തോന്നുന്നു അല്ലെ. ക്ലിയർ ആണോ? ഏതെങ്കിലും ഭാഗം കിട്ടാത്തതുണ്ടോ? നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ലൈൻ മാനേജേഴ്സിന്റെ ഡ്യൂട്ടിയാണ്.
Okay, the line manager is a person or employee of an organization who directly directs the other employees and is in charge of all the individuals working in a department. Okay, അപ്പൊ നമുക്ക് ഇതിലെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവരെയും അല്ലെ, ആ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ തരത്തിലുള്ള തൊഴിലാളികളെ കോർഡിനേറ്റ് ചെയ്ത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ് ലൈൻ മാനേജറിന്റെ ഡ്യൂട്ടി അല്ലെ. ലൈൻ മാനേജർ എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആണ്, എംപ്ലോയി ഓഫ് ആൻ ഓർഗനൈസേഷൻ ഹു ഡയറക്ട്ലി ഡയറക്ട്സ് ദ other employees and is in charge of all individuals working in a department. ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോ നമ്മളിപ്പോ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിൽ നമുക്കറിയാം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, നമുക്കറിയാം റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്ന ഒരു ഇതുണ്ടാവാം അല്ലെ, പ്രോസസ് നടക്കുന്ന യൂണിറ്റ് ഉണ്ടാവാം, അങ്ങനെ പലതരത്തിലുള്ള യൂണിറ്റുകൾ അവിടെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിനും അതിൻ്റെതായിട്ടുള്ള മാനേജർ പോസ്റ്റ്, അതായത് ലൈൻ മാനേജേഴ്സ് ഉണ്ടാവും ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും കൈകാര്യം ചെയ്യാനായിട്ട്. അതായത് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് അതെല്ലാം നല്ല കൃത്യമായിട്ട് തന്നെ ഓരോ ഇതിലേക്കൊക്കെ തരംതിരിച്ചൊക്കെ കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് അതിൽ പ്രത്യേകം ഡ്യൂട്ടിയുള്ള പേഴ്സൺസ് ഉണ്ടാവും. അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അവിടെ എന്താണ് മാനേജർ ഉണ്ടാവും അല്ലെ. അടുത്ത യൂണിറ്റ് ആണെങ്കിൽ നമുക്കറിയാം അല്ലെ, അവിടെ ഒരു സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഇതിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അവിടെയും ഡ്യൂട്ടി ചെയ്യുന്നവരുണ്ടാവും, അവരെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് അവിടെ മാനേജേഴ്സ് ഉണ്ടാവും. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള ഇതുണ്ടാണെങ്കിൽ അല്ലെ, ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ എന്തെങ്കിലും റോ മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ പർച്ചേസ് മാനേജർ ഉണ്ടാവും. അപ്പൊ അതനുസരിച്ചിട്ടുള്ള വ്യക്തികൾ അല്ലെ, അവരെ കോർഡിനേറ്റ് ചെയ്യുന്നത് അവരായിരിക്കും. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ അല്ലെ, അവിടെ അതിൻ്റെതായിട്ടുള്ള മാനേജർ ഉണ്ടാവും. ഓക്കെ, ഓരോ മാനേജറും അതാത് ഡിപ്പാർട്ട്മെന്റിലുള്ള കാര്യങ്ങൾ, ഇൻ കേസ് അതൊരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് ആണെങ്കിൽ എടുത്തു നോക്കാം. ഹോസ്പിറ്റൽ ആണെങ്കിൽ നമുക്കറിയാം അവിടെ എന്താ ന്യൂറോളജി ഉണ്ടാവും, കാർഡിയോളജി ഉണ്ടാവും, നെഫ്രോളജി ഉണ്ടാവും, അങ്ങനെ ഓരോരോ വിഭാഗങ്ങളുണ്ടാവും അല്ലേ, ശരിയല്ലേ? അങ്ങനെ വിഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഒരു വലിയൊരു ഹോസ്പിറ്റലൊക്കെ ആകുമ്പോഴും കാർഡിയോളജി വിഭാഗം ഉണ്ടാവും, നെഫ്രോളജി, ന്യൂറോളജി ഒക്കെ വിഭാഗങ്ങളുണ്ടാവും അല്ലെ. അപ്പൊ ഓരോ വിഭാഗത്തിലും അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് ഇൻചാർജ് ഉള്ള പേഴ്സൺ ഉണ്ടാവും അല്ലെ. അങ്ങനെയുള്ള ഇൻചാർജ് ഉള്ള പേഴ്സണെയാണ് നമ്മൾ എന്തെന്ന് വിശേഷിപ്പിക്കുന്നത് ലൈൻ മാനേജേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോ വിഭാഗത്തിനെയും ഇത് ഓരോ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിനൊക്കെ ഓവറോൾ കൈകാര്യം ചെയ്യാനായിട്ട് അല്ലെ നിയുക്തമായിരിക്കുന്ന ആ ഒരു പേഴ്സൺ, അദ്ദേഹത്തിനെയാണ് നമ്മൾ ലൈൻ മാനേജേഴ്സ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും ലൈൻ മാനേജേഴ്സിന്റെ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ആ ഒരു മൊത്തത്തിലുള്ള അല്ലെ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഏരിയകളെ കൈകാര്യം ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം, ലൈൻ മാനേജർ ഇസ് എ പേഴ്സൺ ഓർ എംപ്ലോയി ഓഫ് an organization who directly directs the other employees and is in charge of all the individuals working in a department അല്ലെ. ആ ഡിപ്പാർട്ട്മെന്റിലുള്ള വർക്ക് ചെയ്തിരുന്ന പേഴ്സൺസിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുക, ഡയറക്ഷൻ കൊടുക്കുക, അതൊക്കെയാണ് ലൈൻ മാനേജറിന്റെ ഡ്യൂട്ടി. The line manager reports to someone in a higher position. ഓക്കെ, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, ഒരു വലിയ HR മാനേജർ എന്നൊക്കെ പറയുമ്പോൾ ലൈൻ മാനേജേഴ്സിൽ നിന്നൊക്കെ റിപ്പോർട്ടുകളൊക്കെ നമ്മുടെ ടോപ്പ് ലെവലിലേക്ക് നമ്മൾ കൈമാറേണ്ടതുണ്ട്. എന്തെങ്കിലും കോൺഫ്ലിക്ട്സുകളും ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ അവിടെ അവരെയൊക്കെ സാന്നിധ്യത്തിൽ ആയിരിക്കും അല്ലെ, എല്ലാ ലൈൻ മാനേജേഴ്സിനെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് മീറ്റിംഗ് ഒക്കെ കൂടിയിട്ടായിരിക്കും തീരുമാനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അതിന്റെ അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം ഫോളോയിങ് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് ലൈൻ മാനേജർ. ഫസ്റ്റ് വൺ, റിക്രൂട്ടിംഗ് ആൻഡ് ഹയറിംഗ് ടാലന്റ് ടു ഫിൽ ടീം പൊസിഷൻസ്. ഓക്കെ, നമുക്കറിയാം അല്ലെ, ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മേഖലകളിൽ ജോലി ഒഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള റിക്രൂട്ട്മെന്റും ഹയറിംഗ് കാര്യങ്ങളൊക്കെ അല്ലെ, തൊഴിലാളികളെ കണ്ടെത്തുന്നതും ആപ്ലിക്കേഷൻസ് കണ്ടെത്തുന്നതും അവരെ സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിക്ഷിപ്തമായിരിക്കുന്നത് ആ ലൈൻ മാനേജേഴ്സിന്റെ ഡ്യൂട്ടിയിലാണ്. പ്രൊവൈഡിങ് ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട് ടു ന്യൂ ഹയേഴ്സ്. പുതിയതായിട്ട് തൊഴിലാളികളെ നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ, അപ്പോയിന്റ്മെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ജോബ് റൊട്ടേഷൻ, എൻഷുർ ജോബ് റൊട്ടേഷൻ ആൻഡ് മിനിമൈസ് ദ അസൈൻമെന്റ് കവറേജ് ഗ്യാപ്സ്. ഓക്കെ, നമുക്കറിയാം എന്താണ് അവിടെ ഏതെങ്കിലും തരത്തിലൊക്കെ അല്ലേ ആരെങ്കിലൊക്കെ ഒഴിവുകൾ കണ്ടെത്തുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വിധത്തില് ചിലപ്പോൾ ഒരു പേഴ്സൺ വരുന്നില്ല അല്ലെ, അപ്പൊ തീർച്ചയായിട്ടും അവിടെ ഒരു ബ്ലാങ്ക് ഫില്ല് ചെയ്ത് പോകേണ്ടതുണ്ട്. ആ വ്യക്തി ഇല്ലാന്ന് ഓർത്തുകൊണ്ട് ആ ഡ്യൂട്ടി അല്ലെ അവിടെ മൊത്തത്തില് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി സ്റ്റക്കായി പോകരുത് അല്ലെ, അത് കൈകാര്യം ചെയ്ത് പോകേണ്ടതാണ്. സോ അതുകൊണ്ട് തന്നെ റൊട്ടേഷനൊക്കെ നടത്തി അവിടെയുള്ള എല്ലാവരുടെയും ഡ്യൂട്ടി കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു മിനിമം കപ്പാസിറ്റി എല്ലാവർക്കും വരുത്തി തീർക്കേണ്ടതുണ്ട് അല്ലെ.
job rotation and ensure job rotation and minimize the assignment coverage gaps. ഒരിക്കലും ഗ്യാപ്പുകളൊന്നും വരാത്ത തരത്തില് job rotation ഒക്കെ നടത്തി പോകേണ്ടതാണ്. Then providing coaching and performance feedback to all teams work, team members. അല്ലെ, അവിടെ പെർഫോമൻസുകളൊക്കെ നമ്മൾ വാലുവേറ്റ് ചെയ്യണം അല്ലെ. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ കോച്ചിങ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. എല്ലാ മെമ്പേഴ്സും നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് എൻഷുറിംഗ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് എ ഫങ്ഷണൽ ഓർ ഡിപ്പാർട്ട്മെന്റൽ കോഴ്സ് അല്ലെ. അവിടെ നമുക്കറിയാം ഏതൊരു ഡിപ്പാർട്ട്മെന്റിനും ഇത്രയും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ലക്ഷ്യം ഗോൾ എന്താണെന്നുള്ളത് അവിടെയുള്ള മെമ്പേഴ്സിനൊക്കെ മനസ്സിലാക്കി കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതിനനുസരിച്ചിട്ടുള്ള ആശയവിനിമയം അവിടെ നടപ്പാക്കേണ്ടതുണ്ട്. മെഷറിംഗ് ഇൻഡിവിജ്വൽ ആൻഡ് ടീം മെട്രിക്സ് ആൻഡ് പെർഫോമൻസ് അഗെയിൻസ്റ്റ് ടാർഗറ്റ്സ് ആൻഡ് മോണിറ്ററിംഗ് പ്രോഗ്രസ്. ഓക്കെ, മെഷറിംഗ് ഇൻഡിവിജ്വൽ ആൻഡ് ടീം മെട്രിക്സ് അല്ലെ. അവിടെ എന്താണ് പ്രധാനമായിട്ട് പറയുന്നത്, അവിടെ ഓരോരുത്തരുടെയും പ്രോഗ്രസ് അല്ലെ, അവരുടെ നടപടികളൊക്കെ ഓക്കെയാണോ അല്ലെ പറയുന്നത്. കറക്റ്റ് ആയിട്ട് ഓരോ ഇൻഡിവിജ്വലും ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടികളൊക്കെ അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അളന്ന് തിട്ടപ്പെടുത്തേണ്ടതുണ്ട്. അതായത് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതനുസരിച്ചിട്ട് എന്തെങ്കിലും നടപടികൾ അല്ലെ, എന്തെങ്കിലും പുരോഗമന കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കണം. റെക്കഗ്നൈസിംഗ് when corrective actions are required. കേസ് മോണിറ്റർ ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു പ്രകടനങ്ങള് വിലയിരുത്തുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കറക്റ്റീവ് ആയിട്ടുള്ള നടപടികൾ വേണമെങ്കിൽ അല്ലെ, വിചാരിച്ച രീതിയിൽ അവർ പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും കറക്ഷൻ നടപടികളൊക്കെ എടുക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അംഗീകരിച്ചു കൊടുക്കണം. Then ensuring quality standards for all processes on their team. Okay, എല്ലാവരും വർക്ക് ചെയ്യുന്ന നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിസൾട്ട് അല്ലേ. അതായത് എങ്ങനെയെങ്കിലും വർക്ക് ചെയ്തല്ല, നല്ലൊരു റിസൾട്ട് ലഭ്യമാക്കത്തക്ക വിധത്തിലുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തണം. അതൊക്കെ ലൈൻ മാനേജറിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ്. അതായത് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഓക്കെ ആയിട്ടാണ് പോകുന്നത്. അവിടുത്തെ വർക്ക് എന്നൊക്കെ പറയുന്നത് നല്ല ഗുഡ് പെർഫോമൻസ് ആണ് അവർ കാഴ്ചവെക്കുന്നത് അല്ലെ. നല്ല രീതിയിൽ തന്നെ അവർക്ക് കൈകാര്യങ്ങൾ ചെയ്യാൻ അറിയാം അല്ലെ. എന്താണ് ഗോള്, ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നതൊക്കെ ഉറപ്പുവരുത്തണം. എന്താണ് എൻലാർജിങ് ആൻഡ് കോർഡിനേറ്റിംഗ് വിത്ത് അതർ ലൈൻ മാനേജേഴ്സ് അക്രോസ് ദ ഓർഗനൈസേഷൻ അല്ലെ. അവിടെ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ അല്ലെ വിപുലീകരിച്ച് എന്തെങ്കിലും ഇപ്പൊ ഒരു ജോലിയാണെങ്കിൽ തന്നെ അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ആണെങ്കിൽ വലിയ ടാസ്ക് കൂടിയ അല്ലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജോലിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും ഒക്കെ ഇട്ടത് പരസ്പരം വിധിച്ചവ് കൊടുത്തിട്ടുണ്ടാവും അല്ലെ. എൻലാർജിങ് പ്രോസസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ പരസ്പരം മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. നമുക്കറിയാം ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുമ്പോൾ അതെല്ലാം കോർഡിനേറ്റ് ചെയ്യണം അല്ലെ. ഏകോപിപ്പിച്ചു കൊണ്ടുവന്ന് അത് നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു കൊണ്ടുവരണം. അപ്പൊ അത്തരത്തിലുള്ള ഡ്യൂട്ടികളും ലൈൻ മാനേജേഴ്സ് ആണ് കൈകാര്യം ചെയ്യുന്നത്. Providing reports on productivity and other performance indicators to senior management. തീർച്ചയായിട്ടും നമുക്കറിയാം ഇവർക്ക് അല്ലെ ഓരോ ബ്രാഞ്ചുകളാണെങ്കിലും ലൈൻ മാനേജേഴ്സിന്റെ അണ്ടറിലാണ് അവർ കൈകാര്യം ചെയ്യുന്നെങ്കിലും അതിന്റെ റിസൾട്ടുകൾ അവർ കൃത്യമായിട്ട് തന്നെ അവർക്ക് മേലുദ്യോഗസ്ഥരെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. അപ്പൊ പ്രൊവൈഡ്സ് റിപ്പോർട്ട് ഓൺ പ്രൊഡക്ടിവിറ്റി, ഇവരുടെ ആ ഉൽപാദനക്ഷമത അല്ലെങ്കിൽ ഇവരുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട സൂചനകൾ അല്ലെ സൂചികകളൊക്കെ വിലയിരുത്തുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ സീനിയർ മാനേജറിലേക്ക് റിപ്പോർട്ടുകളൊക്കെ സബ്മിറ്റ് ചെയ്യണം. ഇതൊക്കെ ലൈൻ മാനേജറുടെ ഡ്യൂട്ടിയാണ്. അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കൈകാര്യമായിരിക്കും ആര് നിർവഹിക്കുന്നത്. ഒരു സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റിന്റെ ഓവറോൾ ഡ്യൂട്ടി ആയിരിക്കും ആര് നിർവഹിക്കുന്നത്. ആരായിരിക്കും നിർവഹിക്കുന്നത്? ഞാൻ മാത്രമാണോ പറഞ്ഞിട്ട്? എന്തെങ്കിലും ക്ലിയർ ആയോ നിങ്ങൾക്ക്? അതായത് ഒരു സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ആരായിരിക്കും? ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആണോ ലൈൻ മാനേജർ ആണോ? ലൈൻ മാനേജർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചിരിപ്പുണ്ട്. അതായത് ഒരു സ്പെസിഫിക് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ആ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ഓവറോൾ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ലൈൻ മാനേജേഴ്സ് ആണ്. അതേസമയം ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഗൈഡൻസ് കൊടുക്കുന്നതാണ് അല്ലെ. അവിടെ മൊത്തത്തിൽ നമുക്കറിയാം വിവിധ ലൈൻ മാനേജേഴ്സിനൊക്കെ ആവശ്യമായിട്ടുള്ള അല്ലെ. ലാസ്റ്റ് നമ്മൾ കണ്ടായിരുന്നു
വിവിധ ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സിനൊക്കെ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് അവിടെ കൺസൾട്ട് ചെയ്തിട്ടാണ് അവിടെ തീരുമാനങ്ങളും ഇഷ്യൂസ് ഒക്കെ കൈകാര്യം ചെയ്ത് ഓവർകം ചെയ്തൊക്കെ പോകുന്നത് അല്ലെ. അപ്പൊ അത്തരത്തില് മെയിലായിട്ട് അല്ലെ മൊത്തത്തിലുള്ള ഒരു കാര്യമാണ് HR മാനേജർ ചെയ്യുന്നതെങ്കിൽ ലൈൻ മാനേജർ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഇനി ഡിപ്പാർട്ട്മെന്റ് ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിന്റെ ഇൻചാർജ് ആണ് ആര് നിർവഹിക്കുന്നത്, ലൈൻ മാനേജർ നിർവഹിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എന്താണ് അവിടെ റിക്രൂട്ടിങ് കാര്യങ്ങൾ നടപ്പാക്കേണ്ടതുണ്ട്. അതേമാതിരി തന്നെ ന്യൂ ഹയേഴ്സ് ആണെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട്. അവിടെ ഒരാൾ ഒന്നില്ല എങ്കിൽ അവിടെ എന്താണ് സ്ട്രക്കായി പോവാത്ത തരത്തില് റൊട്ടേഷൻ രീതിയിൽ തന്നെ വർക്കുകളൊക്കെ അറേഞ്ച് ചെയ്ത് അവരെ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അതേമാതിരി തന്നെ ഫീഡ്ബാക്കുകളൊക്കെ കൃത്യമായിട്ട് പെർഫോമൻസ് ഫീഡ്ബാക്കുകളൊക്കെ മനസ്സിലാക്കണം. then എന്താണ് ഗോൾ അല്ലെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഗോൾ എന്താ, ഡിപ്പാർട്ട്മെന്റിന്റെ ലക്ഷ്യം എന്താന്നൊക്കെ അവർക്ക് അവിടെയുള്ള മെമ്പേഴ്സിനൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കണം. then അവരുടെ പെർഫോമൻസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യണം. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കറക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ എടുക്കണം. അങ്ങനെ കറക്റ്റീവ് ആക്ഷൻസ് ഒക്കെ എടുക്കേണ്ടതും ലൈൻ മാനേജർ ആണ്. then ക്വാളിറ്റിയോട് കൂടിയിട്ടായിരിക്കുള്ള സേവനങ്ങളാണ് അവിടെയുള്ള മെമ്പേഴ്സ് ഒക്കെ കാഴ്ചവെക്കേണ്ടത്. എന്താണ് പെർഫോമൻസ് ഇവാലുവേഷൻ എപ്പോഴും നടപ്പാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് ഇൻ കേസ് വലിയ വലിയ ടാസ്കുകളൊക്കെ ഏൽപ്പിക്കുകയാണെങ്കിൽ അതൊക്കെ അല്ലെ വീതിച്ച് എന്താണ് എൻലാർജ് ചെയ്ത് എല്ലാവർക്കും ഒക്കെ വീതിച്ചു കൊടുത്ത് അതെല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്ത് ഏകോപിപ്പിച്ച് ലക്ഷ്യത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഞാൻ റിപ്പോർട്ടുകളെല്ലാം തന്നെ സീനിയർ മാനേജ്മെന്റ് ഏൽപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം ഏൽപ്പിക്കേണ്ടത്. ഓക്കെ അല്ലേ? സിമ്പിൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്താണ്, ലൈൻ മാനേജറിന്റെ അല്ലെ എന്താണ് ലൈൻ മാനേജർ എന്നുള്ള കാര്യം നോക്കാം. അദ്ദേഹം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ HR മാനേജർ അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന് പറയുമ്പോൾ എന്താണ് ഓർഗനൈസേഷന്റെ അല്ലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിവിഷൻ, മാനേജർ ഓഫ് ആൻ ഇമ്പോർട്ടന്റ് ഡിവിഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത് അല്ലെ. അവിടെ തീർച്ചയായിട്ടും പറയുന്നുണ്ട് ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, മൊത്തത്തിലെ ആ കമ്പനിയുടെ ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ച് ഏതൊക്കെ ഡ്യൂട്ടീസ് ആണെന്നുള്ള കാര്യത്തിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂട്ടീസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് വന്ന് കാണാറുള്ളൂ. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് അതായത് എപ്പോഴും പേഴ്സണൽ മാനേജറും ഹ്യൂമൻ റിസോഴ്സ് മാനേജറും തമ്മിലുള്ള അല്ലെങ്കിൽ മോസ്റ്റ്ലി കാണാറുള്ളത് ടൂൾ ആൻഡ് അസറ്റ് ഇതാണ്. അതായത് പേഴ്സണൽ മാനേജ്മെന്റിന്റെ കൺസെപ്റ്റിലെ ടൂൾ ആണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ കൺസെപ്റ്റില് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന അസറ്റ് ആണ്. ദെൻ ഇവാലുവേഷൻ അല്ലെ ഡിവിഷൻ ഓഫ് വർക്കിന്റെ ബേസിലാണ് അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ HRM ഡിസൈൻ ചെയ്തിരിക്കുന്ന പെർഫോമൻസ് ഇവാലുവേഷൻ നടത്തിയിട്ടാണ് അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള കുറെ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ജസ്റ്റ് അതൊക്കെ മനസ്സിലാക്കി തന്നെ പോവാം. ഓക്കെ, നോട്ട് ചെയ്തോ അതൊക്കെ? യാണോ? ഏതെങ്കിലും പോയിന്റ് കിട്ടാത്തതുണ്ടോ? ജസ്റ്റ് വായിച്ചു നോക്കാം. ഭാഗം എടുക്കണോ? ലൈൻ മാനേജേഴ്സ് ഡ്യൂട്ടി, HRM മാനേജേഴ്സ് ഡ്യൂട്ടി, എന്താണ് നമ്മുടെ ഒരു ഡിഫറൻസ് അല്ലെ, അതാണ് നടത്തിയത്. ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ? അടുത്തൊരു ഭാഗം സ്റ്റാർട്ട് ചെയ്ത് വെക്കട്ടെ. ഇമ്പാക്ട് ഓഫ് HRM ഓൺ ഓർഗനൈസേഷണൽ പെർഫോമൻസ്. ഓക്കെ, എന്താണ് അതിന്റെ അല്ലെ HRMന്റെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ സ്വാധീനം ഓർഗനൈസേഷന്റെ പെർഫോമൻസിൽ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. HRM practice can improve employee skills and abilities so that they improve organizational performance. അതായത് ഓർഗനൈസേഷന്റെ പെർഫോമൻസിനെ വളരെയധികം അവര് HRM പ്രാക്ടീസുകൾ വളരെയധികം സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളതാണ്. കാരണം എംപ്ലോയിയുടെ സ്കില്ല് അല്ലെങ്കിൽ അവരുടെ കഴിവ് വർദ്ധിപ്പിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ ഇവര് അറേഞ്ച് ചെയ്ത് കൊടുക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ പെർഫോമൻസ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അല്ലെ.
Training is a management tool used to develop the skills and knowledge as a method of boosting an individual's and ultimately an organization's current performance in terms of efficiency, effectiveness and productivity. Okay, നമുക്കറിയാം ഒരു തൊഴിലാളികളുടെ പെർഫോമൻസ് അവരുടെ വർക്കുമായി ബന്ധപ്പെട്ടുള്ള പ്രകടനം എന്ന് പറയുന്നത് അത് കാര്യക്ഷമമാവാൻ അല്ലെങ്കിൽ ഫലപ്രാപ്തിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ നല്ല അല്ലെ മൂല്യവർദ്ധിതമായിട്ടുള്ളത് ആക്കി തീർക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഏതൊരു എംപ്ലോയി ആണെങ്കിലും അവർക്ക് ഒരു അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടാവും. ദെൻ അവര് ചിലപ്പോൾ വേണമെങ്കിൽ എക്സ്പീരിയൻസും ഉണ്ടാവും അല്ലെ. അപ്പൊ ഒരു ഓർഗനൈസേഷനിൽ പുതിയൊരു ഓർഗനൈസേഷനിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ അതുമായി പൊരുത്തപ്പെട്ടു പോകാനായിട്ട് അവർക്ക് ചെറിയൊരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കറിയാം അവരുടെ നോളജും അല്ലെ അവർക്ക് ലഭ്യമായിട്ടിരിക്കുന്ന ആ ഒരു അക്കാദമിക് ക്വാളിഫിക്കേഷനും അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യും. കാരണം ഈ പുതിയ ഒരു അറിവ് വെച്ചുകൊണ്ട് ഒരു ട്രെയിനിങ് കിട്ടുമ്പോൾ ഓക്കെ എന്നെ കൊണ്ട് സാധിക്കുമെന്ന ഒരു കോൺഫിഡൻസിലേക്ക് അല്ലെങ്കിൽ അവരുടെ നോളജ് അല്ലെങ്കിൽ സ്കില്ല് അത് വർദ്ധിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് ആ ട്രെയിനിങ് കൊണ്ട് സാധിക്കില്ലേ? ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ അവരുടെ സ്കില്ലും നോളജും വികസിപ്പിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ലേ? സാധിക്കുമോ? ഓക്കെ, അതെ. അപ്പൊ നമുക്ക് എവിടെയാണെങ്കിലും അല്ലെ ഒരു പുതിയ സ്ഥാപനത്തിലൊക്കെ ചെല്ലുമ്പോൾ ഒരു 3 മാസത്തെ ട്രെയിനിങ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ആ ഒരു നോളജും അത് ചെറിയ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രാക്ടിക്കലി നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും അല്ലെങ്കിൽ വികസിപ്പിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആ ഒരു ട്രെയിനിങ് കൊണ്ട് തന്നെ സാധിക്കും എന്നുള്ളതാണ് അത്. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ട്രെയിനിങ് ഈസ് എ മാനേജ്മെന്റ് ടൂളാണ് യൂസ്ഡ് ടു ഡെവലപ്പ് സ്കിൽ ആൻഡ് നോളജ് ആസ് എ മെത്തേഡ് ഓഫ് ബൂസ്റ്റിംഗ് ആൻഡ് ഇന്റലിജൻസ് അല്ലെ. ഇന്റലിജൻസിന്റെ ആ ഒരു നോളജും സ്കില്ലും ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ടൂളാണ് എന്ന് പറയുന്ന ട്രെയിനിങ് എന്ന് പറയുന്നത്. ആൻഡ് അൾട്ടിമേറ്റ്ലി ആൻ ഓർഗനൈസേഷൻ കറന്റ് പെർഫോമൻസ് ഇസ് ടേംസ് ഓഫ് എഫിഷ്യൻസി അല്ലെ. അവിടെ നിലവിലെ പെർഫോമൻസ് എന്താണ് അത് ഫലപ്രാപ്തിയോട് കൂടിയാക്കി തീർക്കാനായിട്ട് ഈ ട്രെയിനിങ് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, HRM എഫക്ട്സ് പോസിറ്റീവ് in the following points നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇവിടം വരെ നിങ്ങളൊന്ന് വായിച്ചിട്ട് വരിക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ ആണോ? ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? എല്ലാ പോയിന്റും ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഞാൻ അൺമ്യൂട്ട് ആക്കിയേക്കുന്ന ടൈമില് ചോദിക്കാം. മെസ്സേജ് അയച്ചെന്ന് വെച്ചാൽ തെറ്റില്ല. നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഒക്കെ നോട്ട് ചെയ്തോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.